ഏത് കേസാണ് ശരിയായ നിലയിൽ അന്വേഷിക്കാത്തത്? എല്ലാ കേസും ശരിയായ നിലയിലാണ് അന്വേഷിക്കുന്നത്. എല്ലാ കേസുകളും അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് അന്വേഷിക്കുന്നത്. അതിപ്പോൾ മാസപ്പടി കേസ് അന്വേഷിക്കുന്നതായാലും നേരത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിച്ചതായാലും ആളുകൾ രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന ആരോപണങ്ങളനുസരിച്ചല്ല കേസുകൾ അന്വേഷിക്കുന്നത്. കേസുകൾ അന്വേഷിക്കുന്നത് അതിൻ്റെ മെറിറ്റിലാണ്. കേസുകൾ അന്വേഷിച്ച് ലഭ്യമാവുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ കേസുകളും ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ഡോളർ കടത്ത് കേസും അതിൻ്റെ അന്തിമമായിട്ടുള്ള വിധി തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. അതിനകത്ത് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ കേസും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഓരോ അഴിമതി കേസും മോദി സർക്കാരിൻ്റെ കാലത്ത് ഓരോ അഴിമതി കേസും അന്വേഷിക്കപ്പെടാതെ പോയിട്ടില്ല. ഒരു വശത്ത് രാഷ്ട്രീയ വേട്ടയാണ് എന്ന് ആക്ഷേപിക്കുകയും മറുവശത്ത് ഈ കേസുകളെല്ലാം അന്വേഷിക്കുന്നത് ശരിയായ നിലയിലല്ല എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ വൈരുദ്ധ്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം എല്ലാ കേസുകളും ശരിയായ നിലയിലാണ് അന്വേഷിക്കുന്നത്. ഈ കേസിൽ വലിയൊരു വർത്തമാനം ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നില്ലല്ലോ. പ്രതിപക്ഷം ആദ്യം വിചാരിച്ചത് മാസപ്പടി കേസ് ശരിയായ നിലയിൽ അന്വേഷിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ബഹളം മുഴുവൻ വെച്ചത്. മാസപ്പടി കേസ് ശരിയായി അന്വേഷിക്കുമ്പോൾ പിണറായി വിജയനും മകളും മാത്രമല്ല, UDF നേതാക്കൾക്കും അത് തലവേദന ഉണ്ടാക്കുന്ന കേസാണ്. അവരും സ്വീകരിച്ചിരിക്കുന്ന മാതൃക LDFിൻ്റെ മുഖ്യമന്ത്രിയും മകളും സ്വീകരിച്ച മാതൃക തന്നെയാണ്. ഇത് ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല, കേരളത്തിൽ പല സ്ഥാപനങ്ങളിലും ഇത് നടക്കുകയാണ്. ഇത്തരത്തിലുള്ള മാസപ്പടി വാങ്ങി കുത്തക കമ്പനികളിൽ നിന്ന് മാസപ്പടി വാങ്ങി ഉപജീവനം കഴിക്കുന്നവരാണ് LDFിൻ്റെയും UDFിൻ്റെയും പ്രമുഖരായിട്ടുള്ള പല നേതാക്കൾ. അവർ പാർട്ടി നടത്തുന്നത് തന്നെ ഇത്തരം മാസപ്പടിയോടെ. ഇപ്പോൾ ഇന്ന് ഈ ബജറ്റിലൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതിനി അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു കൊള്ളയാണ് ഈ നദികളിലെ മണൽ വാരൽ. ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നദികളിൽ നിന്ന് മണൽ വാരും. നമ്മൾ കേട്ടാൽ വിചാരിക്കും ഈ പ്രളയമൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. പ്രളയം പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരെ സഹായിക്കാനുള്ള പരിപാടി. ഉദ്ദേശം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ തവണ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, ഇതിൻ്റെ പിന്നിൽ വൻ രാഷ്ട്രീയ ഇടപെടലുകളാണ്. ഇതൊന്നും സുതാര്യമായിട്ടല്ല നടക്കാൻ പോകുന്നത്. കോടികളുടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ കൊള്ള പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇടപാടുകളാണ് അവർ ചെയ്യുന്നത്. ഇതുതന്നെയാണ് UDFും ചെയ്തുകൊണ്ടിരുന്നത്, LDFും ചെയ്യുന്നത്. അതുകൊണ്ട് BJP ഭരിക്കുമ്പോൾ, കേന്ദ്രത്തിൽ NDA സർക്കാർ ഭരിക്കുമ്പോൾ, മോദി സർക്കാർ ഭരിക്കുമ്പോൾ ഒരു അഴിമതിക്കാരനും ഒരു ദാക്ഷിണ്യവും ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തെളിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലാലു പ്രസാദ് യാദവിൻ്റെ കാലിത്തീറ്റ കുംഭകോണം 90-ലാണ് നടക്കുന്നത്. ലാലു പ്രസാദ് യാദവ് ജയിലിൽ പോയത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ്? സോണിയാഗാന്ധിയും മകനും പ്രതിയായിട്ടുള്ള നാഷണൽ ഹെറാൾഡ് കേസിൽ അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് 8 വർഷത്തിന് ശേഷമാണ്. കാരണം കേസുകൾ വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അതിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകളുണ്ടോ, അതിനാവശ്യമായിട്ടുള്ള നിഗമനങ്ങളിലെത്താൻ പത്രങ്ങൾ എഴുതിയതുകൊണ്ടോ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചതുകൊണ്ടോ അല്ല. അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങൾ വേണം. ആ അന്വേഷണങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസും മുങ്ങില്ല, ലാവ്ലിൻ കേസും മുങ്ങില്ല, ഡോളർ കടത്ത് കേസും മുങ്ങില്ല, മാസപ്പടി കേസും മുങ്ങില്ല. നിങ്ങൾ അങ്ങനെ ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് തൽക്കാലത്തേക്ക് ആശ്വസിക്കാമെന്നല്ലാതെ ഈ കേസുകളൊന്നും മുങ്ങില്ല. ഈ കേസുകളെല്ലാം ശരിയായ നിലയിൽ പരിശോധിക്കപ്പെടും, തലനാരിഴ കീറി പരിശോധിപ്പിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ ക്യാപ്സൂളൊന്നും സുപ്രീം കോടതിയിൽ പോയിട്ട് വിജയിച്ചില്ല ആണല്ലോ, അല്ലല്ലോ, ഒന്നുമല്ല. കേരള ഗവൺമെൻറ് എന്ന് പറയുന്ന ഇതുപോലത്തെ യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്. സർക്കാരിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണ് കേന്ദ്രവിഹിതത്തിൽ കാലതാമസം ഉണ്ടാവുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ധനകാര്യമന്ത്രി വളരെ വ്യക്തമായി ഓരോ സ്കീമിനെക്കുറിച്ചും ഇപ്പോൾ പറയുന്നത് പെൻഷന് കേന്ദ്രവിഹിതം ഉണ്ടായിരുന്നു എന്ന് ഇത്രയും കാലം പറഞ്ഞില്ലല്ലോ. കേന്ദ്രവിഹിതം വൈകുന്നത് കൊണ്ടാണ് പെൻഷൻ മുടങ്ങുന്നത് എന്നുള്ള മുടന്തൻ ന്യായമാണ് പറഞ്ഞത്. സഹകരണ ബാങ്കിലെ ജീവനക്കാരെ കക്ഷത്ത് ദേശാഭിമാനിയും ചിന്തയും വെച്ചിട്ട് വീടുകളിൽ കൊണ്ടുപോയി പെൻഷൻ കൊടുക്കുമ്പോൾ ഇത് എടുത്തു കൊടുക്കുന്നത് പിന്നെ ഞങ്ങളുടെ സർക്കാരാണ് എന്ന് രാഷ്ട്രീയമായി അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. സൗജന്യമായി കൊടുക്കുന്ന അരിക്ക് പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ചിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ ഇതിലൊന്നും രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഇതെല്ലാം കേന്ദ്രം തരുന്നതാണ് എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്?
കേന്ദ്ര ഗവൺമെൻറ് ഏത് കാര്യത്തിനാണ് കേരളത്തിൽ പണം നൽകാത്തത്? ഞാൻ ഒന്ന് രണ്ട് നിങ്ങൾക്ക് ഇത്രയും ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോൾ സൗജന്യമായി ഒരു പാവപ്പെട്ടവന് 5 കിലോ അരി എല്ലാ മാസവും സൗജന്യമായിട്ട് എത്ര ആളുണ്ടോ അത്ര ആൾക്ക് കൊടുക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന അരി ഉണ്ടല്ലോ, കേരളം കൊടുക്കുന്നു എന്ന് പറയുന്ന അരി 29 രൂപയുടെ സബ്സിഡി സെൻട്രൽ ഗവൺമെൻറ്റാണ്. 32 രൂപയാണ്. അല്ല, ഇതൊക്കെ വർത്തമാനമല്ല. അതെങ്ങനെയാണ്? അത് നിങ്ങൾ സാധാരണ ജനങ്ങളോടാണ് നിങ്ങൾ ആദ്യം സംസാരിക്കുന്നത് അല്ലേ? അതൊന്നും പറയുന്നില്ല. എവിടെയും അത് നിങ്ങളെ രാഷ്ട്രീയമായിട്ട് ഞാൻ പറയുന്നത്, ഈ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള പോയിന്റ് എവിടെയും നിലനിൽക്കുന്നതല്ല. അത് പറയുന്നവർക്കും അറിയാം അത് നിലനിൽക്കുന്നതല്ല. കേന്ദ്രം കേരളത്തെ അവഗണിച്ചിട്ടില്ല. 2004 മുതൽ 14 വരെ കേരളത്തിന് കിട്ടിയ സാമ്പത്തിക സഹായം, ടാക്സ് ഷെയർ, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്, അതിനുശേഷം വന്ന GST കോമ്പൻസേഷൻ, വൻകിട പദ്ധതികൾ, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചത്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടത്തുന്ന പദ്ധതികൾക്ക് അനുവദിച്ചത് എല്ലാം വ്യക്തമായിട്ടുള്ള കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്, പബ്ലിക് ഡൊമൈനിലുണ്ട്. അതുകൊണ്ട് ഈ പുത്തരിക്കണ്ടം പ്രസംഗം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് ഒരു ആശ്വാസത്തിന് വേണ്ടി അവർ പറയുന്നതാണ്. കേരളത്തിലെ ജനങ്ങൾ ആരും ഇത് മുഖവിലേക്കെടുക്കാൻ പോകുന്നില്ല. എത്ര കൊടുക്കാത്തത്? നിങ്ങളെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നുമില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ്? അവിടെ പോയി അന്വേഷിക്കണം. നിങ്ങൾ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളും. സർ, 2000 രൂപ ഓരോ മധ്യപ്രദേശ് ഗവൺമെൻറ് ഓരോ വീട്ടമ്മയ്ക്കും. ഇതൊന്നും അറിയാതെ വെറുതെ വർത്തമാനം പറയണ്ട. നിങ്ങൾ അവിടെയൊക്കെ പോയി എങ്ങനെയാണ് BJP ജയിക്കുന്നത് നോക്കണം അല്ലേ? അറിയാൻ വേണ്ടി ഇഷ്ടം പോലെ 10-30 സംസ്ഥാനങ്ങളുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഈ കേരള ഗവൺമെൻറ് എന്ത് കൊടുക്കുന്നു? ഈ സാമൂഹ്യ പെൻഷൻ അല്ലാതെ. മോദി സർക്കാർ 1 സെൻറ്റ് ഭൂമിയെങ്കിലുള്ള കൃഷിക്കാരന് 6000 രൂപ ഒരു വർഷം. അയാൾ ഒരു കൃഷിയും ചെയ്യുന്നില്ലെങ്കിലും അയാൾക്ക് 6000 രൂപ ഒരു വർഷം കൊടുക്കുന്നുണ്ട്. ഇവരെന്ത് കൊടുക്കുന്നു? എന്താ കൊടുക്കുന്നത്? LDF ഗവൺമെൻറ്. ഈ കോവിഡ് കാലത്ത് LDF സാധാരണക്കാർക്ക് എന്ത് കൊടുക്കും? അല്ലല്ല, ഞാൻ നിങ്ങൾ ഇത് അങ്ങനെ പൊളിറ്റിക്കലി ഇത് പറയണ്ട. ഇത് പത്രസമ്മേളനമാണ് അല്ലേ? ഈ മാധ്യമങ്ങൾ പറയുന്നത് ഒന്നും അടിസ്ഥാനമില്ലാത്ത LDFൻ്റെ ക്യാപ്സൂളാണെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്രം ഒരു തരത്തിലും കേരളത്തിന് കിട്ടേണ്ട ഒരു കാര്യവും പിടിച്ചു വെക്കില്ല. ഒന്നാമത്തെ കാര്യം, ഷെയർ കൊടുക്കുന്നത് മന്ത്രിസഭയല്ല, ഫിനാൻസ് കമ്മീഷനും നീതി ആയോഗും ആ മാനദണ്ഡങ്ങളെ അടിസ്ഥാനത്തിലാണ് ഷെയർ കൊടുക്കുന്നത്. നിർമ്മല സീതാരാമൻ എടുത്തു കൊടുക്കുന്നതോ മോദി എടുത്തു കൊടുക്കുന്നതോ അല്ല. അതിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിന് നിയതമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. അത് അറിയില്ലെങ്കിൽ സാമ്പത്തികമായി ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നവരോട് ചോദിക്കുക. ദാറ്റ്സ് ഓൾ. അല്ല, അയാൾ പറഞ്ഞല്ലോ അതിൻ്റെ കാരണം എന്താണ്. നിങ്ങൾ പത്രത്തിലൊന്നും വായിച്ചില്ല. നിങ്ങളിത് ഒരു വശം മാത്രം. എല്ലാ പത്രങ്ങളിലും അതിൻ്റെ മറുവശം വന്നിട്ടുണ്ട്. ഞങ്ങളാരും പത്രം വായിക്കാത്തവരല്ല. അല്ല, അദ്ദേഹം ചോദിച്ചത് വേറെയാണ്. ഇല്ല, ആദ്യം പറഞ്ഞതിൽ നിന്ന് പുറകോട്ട് പോയി. ആദ്യം കേരള മുഖ്യമന്ത്രിയും ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് അക്വിസിഷൻ്റെ 25% കേരളം കൊടുക്കാമെന്ന് സമ്മതിച്ചതാണ്. അതിന് കാരണമുണ്ട്. കാരണം മറ്റേത് സംസ്ഥാനത്തേക്കാളും ഭൂമി വില കൂടുതലാണ് കേരളത്തിൽ. മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ലാൻഡ് വാല്യൂ കൂടുതലായതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും കേന്ദ്രത്തിന് സാധിക്കില്ല. സംസ്ഥാനം 25% തരാമെന്ന് പറഞ്ഞു. പിന്നീട് സംസ്ഥാനം അതിൽ നിന്ന് പിന്മാറി. പക്ഷേ അപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് ഇവർ വാക്ക് മാറ്റിയിട്ടും ദേശീയപാത വികസന നടപടികൾ അവസാനിപ്പിച്ചില്ല. അവർ മുമ്പോട്ട് പോയി. ഇപ്പോൾ 1.5 ലക്ഷം കോടി രൂപയുടെ ദേശീയപാത വികസന പദ്ധതികൾ കേരളത്തിൽ നടക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെയുള്ള വിമർശനമാണ് കേന്ദ്രത്തിനെതിരെ ഉന്നയിക്കുന്നത്. സംസ്ഥാന സർക്കാർ പറഞ്ഞ വാക്ക് പാലിക്കാതിരുന്നിട്ടും സെൻട്രൽ ഗവൺമെൻറ് ദേശീയപാത വികസനം തടസ്സപ്പെടുത്തിയില്ല. അത് മുന്നോട്ട് പോവുകയാണ്. ഇത്രയും കാലം നമ്മളെ കേരളം കണ്ടിരുന്നവരാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം. മോദി സർക്കാർ വരുന്നത് മുമ്പ് നമ്മുടെ റോഡുകൾ എന്തായിരുന്നു? മോദി സർക്കാർ വരുന്നതിന് മുമ്പ് നമ്മുടെ പോസ്റ്റ് ഓഫീസുകൾ എങ്ങനെയായിരുന്നു? മോദി സർക്കാർ വരുന്നതിന് മുമ്പ് നമ്മുടെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എങ്ങനെയായിരുന്നു? മോദി സർക്കാർ വരുന്നതിന് മുമ്പ് നമ്മുടെ റേഷൻ കടകൾ എങ്ങനെയായിരുന്നു? മോദി സർക്കാർ വരുന്നതിന് മുമ്പത്തെ താലൂക്ക് ആശുപത്രികൾ എങ്ങനെയായിരുന്നു? മോദി സർക്കാർ വരുന്നതിന് മുമ്പ് പ്രാഥമിക സഹകരണ പ്രാഥമിക ആശുപത്രികൾ എങ്ങനെയായിരുന്നു? മോദി സർക്കാർ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ BSNL എങ്ങനെയായിരുന്നു? നിങ്ങളെല്ലാം വിമർശനം ഉന്നയിച്ചവരല്ലേ 10 കൊല്ലം മുമ്പ് BSNL പൂട്ടാൻ പോകുന്നു എന്ന് പറയും. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സംരംഭം, ഒരു വ്യവസായമായിട്ട് അത് മാറിയിരിക്കുന്നു. കടം മുഴുവൻ വീടി, UPA ഗവൺമെൻറ് ഉണ്ടാക്കിയ കടം. അതുകൊണ്ട് ആ വർത്തമാനമൊന്നും വേണ്ട. മോദി സർക്കാർ കേരളത്തെ അവഗണിക്കുന്നില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പുരോഗതി ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ കേരളത്തിനുണ്ടായിട്ടുണ്ട്. കേരളം ഒന്നും ചെയ്യുന്നില്ല, കടം വാങ്ങി ദൂർത്തടിക്കുക. റബ്ബർ കർഷകരുടെ
പിന്നെ ഇറക്കുമതി ചുങ്കം കൂട്ടിയില്ല. ഇത് കഴിഞ്ഞ തവണ കൂട്ടിയതല്ലേ? ഇതെന്താണ് ഇത്ര ഇത് അറിയാത്ത കാര്യമാണോ? മാത്രമല്ല ഈ ഗവൺമെൻറ്റല്ലേ ചെയ്തിരിക്കുന്നത്. സിൽവർ ലൈൻ ആര് വിചാരിച്ചാലും നടക്കില്ല, എഴുതി വെച്ചോളൂ. സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ ആര് വിചാരിച്ചാലും നടക്കില്ല. പിണറായി വിജയനും ബാലഗോപാലും അല്ലാതെ അതിനുള്ള പിന്നെ അതിൻ്റെ പൂർണ്ണമായിട്ടും അതില്ലാതായി. ഒരാൾ വിചാരിച്ചത് സിൽവർ ലൈൻ പദ്ധതി നടക്കില്ല. അത് വിചാരിച്ച് ആരും ഒരു പ്രതീക്ഷയും വേണ്ട. കേരളത്തിലെ യാത്രാ ദുരിതം പരിഹരിക്കാൻ പുതിയ അതിവേഗ തീവണ്ടികൾ വരും, കൂടുതൽ വന്ദേ ഭാരത് വരും. 1 വർഷം കഴിയുമ്പോൾ പാളങ്ങളുടെ ബലപ്പെടുത്തലാവും, പാളത്തിൻ്റെ വളവ് എല്ലാം പോക്കി അതിവേഗം ഇവിടുന്ന് കാസർഗോഡേക്ക് എത്താം. ഇത് കണ്ട് പനിക്കണ്ട. അപ്പം വിൽക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഒരപ്പവും ഇവിടെ വെക്കാൻ പറ്റില്ല. സിൽവർ ലൈൻ ശബരി റെയിൽ അസലായിട്ട് നടക്കും. അത് നമുക്ക് പറ്റിയ പദ്ധതി നമുക്ക് ആലോചിക്കല്ലോ. ഏതേത് കേട്ടിട്ടെന്താ പറഞ്ഞ്? അത് അവിടുത്തെ CPM മാരനല്ലേ ആദ്യം പോയത്? അല്ല, നമ്മൾ എന്തിനാ പറയുന്നത്? ഇല്ലില്ല, അതെ കേന്ദ്രമന്ത്രി അല്ല, അതൊന്നും പറയണ്ട. കീഴാറ്റൂർ സമരം, കീഴാറ്റൂർ സുരേഷ് എന്തായിരുന്നു അയാളുടെ പേര്? അയാൾ CPM മാരനായിരുന്നു. അവർ തുടങ്ങിയതാണ്. അപ്പോൾ പിന്നെ എല്ലാവരും എന്നോട് സഹകരിച്ചു. അതൊന്നും മോദിയുടെയും നിതിൻ ഗഡ്കരിയുടെയും വികസന അജണ്ടയിൽ ഇതൊന്നുമില്ല. പല സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങൾ, പള്ളികൾ, വലിയ വലിയ സ്ഥാപനങ്ങളെല്ലാം നീക്കം ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും പറയണ്ട. അത് അവിടുത്തെ അതൊരു പ്രാദേശികമായിട്ടുള്ള വിഷയം അല്ല, അത് തുടങ്ങിയ CPM മാരൻ തന്നെയാണ്. ഇപ്പം അയാൾ വീണ്ടും CPM പോയി. അല്ല, അത് പ്രാദേശിക ഘടകങ്ങൾ, അങ്ങനെ പ്രാദേശികമായിട്ട് അങ്ങനെ പല സമരങ്ങളോടും നേരത്തെ സഹകരിച്ചിട്ടുണ്ട്. കീഴാറ്റൂരിന്റെ പേര് പറഞ്ഞ് വിവാദം ഉണ്ടാക്കണ്ട. മോദി സർക്കാർ വരുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ പറയട്ടെ ഒരു ദിവസം 12 കിലോമീറ്റർ, ഞാൻ വസ്തുതയാണ് പറയുന്നത് നിങ്ങൾക്ക്. ഒരു ദിവസം 12 കിലോമീറ്റർ ദേശീയപാതയാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. മോദി സർക്കാർ വന്നതിന് ശേഷം 38 കിലോമീറ്ററായിട്ട് അത് വർദ്ധിച്ചു. നിങ്ങൾ ഞങ്ങളോട് നന്ദി പറയുകയാണ് വേണ്ടത്. നിയമസഭയിൽ പറയുന്നതിന് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ എനിക്കിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവും? ഏത് സതീശന് ഇത് കിട്ടിയിട്ടുണ്ടാവും. സിൽവർ ലൈൻ പദ്ധതി അവസാനിപ്പിച്ചത് BJPയുടെ ഇടപെടലില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യം. പിണറായി വിജയൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇത്ര സംശയം എന്താണ്? സിൽവർ ലൈൻ പദ്ധതി അവസാനിപ്പിച്ചതിന് യാതൊരു മനസാക്ഷി കൂത്തും ഞങ്ങൾക്കില്ല. സിൽവർ ലൈൻ പദ്ധതി കേരളത്തിലെ ജനങ്ങളെ തകർക്കുന്ന ഒരു പദ്ധതിയാണ്. അതിനുവേണ്ടിയാണ് മാറ്റിയത്. പേരെന്ത് വേണം നിങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് മനസ്സിലായി. ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അതെൻ്റെ കുഴപ്പമില്ല. ശരി, ഞാൻ പറഞ്ഞത് മനസ്സിലായ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഏത് ലൈൻ വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് യുക്തമായ സമയത്ത് യുക്തമായ തീരുമാനം എടുക്കും. അതൊക്കെ എടുക്കേണ്ടവരെടുക്കും. ഇല്ലെന്ന് സാർ, അതിനുള്ള വളരെ അതിവേഗം. ഇന്നലെ റെയിൽവേ മന്ത്രി, നിങ്ങൾ എന്നോട് മാത്രം ചോദിക്കും, റെയിൽവേ മന്ത്രി വളരെ വ്യക്തമായിട്ടും ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഡൽഹിയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് വീണ്ടും ചോദിക്കുന്നത്? ഈ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എനിക്കറിയാം, അത് ഞാനിപ്പോൾ വ്യക്തമാക്കുന്നില്ല.